പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് BA, BSc, BComകാരുടെ പാർട്ട് 1 ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് അവയുടെ രജിസ്ട്രേഷനെ സംബന്ധിച്ചും സിലബസുകളെ സംബന്ധിച്ചുമുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. കുറേയേറെ തിരക്കുകൾ വന്നുപെട്ടതുകൊണ്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയാതെ പോയി. പരീക്ഷാ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് വളരെയധികം ആളുകൾ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും ഏറെ മെസ്സേജുകൾ നോക്കി തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയാതെ പോയത്. BA, BSc, BComകാരുടെ പാർട്ട് 1 ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട സിലബസ് ചോദിച്ച ആളുകൾക്കൊക്കെ ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അത് അയച്ചു തരാവുന്നതാണ്. എങ്കിലും അതിന് മുന്നോടിയായി മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കാം. പരീക്ഷ രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 2009 മുതൽ 2013 വരെ വർഷങ്ങളിൽ പ്രവേശനം നേടിയ സെമസ്റ്ററുകാരുടെ കാര്യത്തിൽ 1, 2, 4 സെമസ്റ്ററുകളുടെ രജിസ്ട്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി ഒക്ടോബർ 20-ാം തീയതിയാണ്. 2009 മുതൽ 2013 വരെ ഉള്ള വർഷങ്ങളിൽ പ്രവേശനം നേടിയ BAക്കാരുടെയും BA, BSc, BComകാരുടെയും ഒക്കെ 1, 2, 4 സെമസ്റ്റർ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഒക്ടോബർ 20-ാം തീയതിയാണ്. അവരുടെ 3, 5, 6 സെമസ്റ്ററുകൾ നേരത്തെ വിളിച്ചു കഴിഞ്ഞതാണ്. 3, 5, 6 സെമസ്റ്ററുകളിൽ ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് ഓഫ്ലൈൻ മോഡിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 1, 2, 4 സെമസ്റ്ററുകളുടേത് മാത്രമാണ് ഇപ്പോൾ ഓൺലൈനായി രജിസ്ട്രേഷൻ നടക്കുന്നത്. സെമസ്റ്റർ സമ്പ്രദായത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ ഓരോ സെമസ്റ്ററുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് 500 രൂപ അടച്ചാണ് അപേക്ഷ നൽകേണ്ടത്. പരീക്ഷാ ഫീസ് ഇപ്പോൾ അടയ്ക്കേണ്ടതില്ല. അത് പിന്നീട് പരീക്ഷ പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നോടിയായി നിങ്ങൾക്ക് എത്ര രൂപയാണ് പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടത് എന്ന് യൂണിവേഴ്സിറ്റി അറിയിക്കും. ആ സമയത്ത് മാത്രമേ ഒരു പേപ്പറിന് കണക്കാക്കിയിരിക്കുന്ന 2760 രൂപ വീതം ഓരോ പേപ്പറിനും പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതുള്ളൂ. സെമസ്റ്ററുകാരുടെ കാര്യത്തിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സെമസ്റ്ററും 500 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യുക എന്നത് മാത്രമാണ്. ഏതൊക്കെ പേപ്പറുകളാണോ നിങ്ങൾക്ക് എഴുതാനുള്ളത്, ആ പേപ്പറുകൾ ഏത് സെമസ്റ്ററിലാണോ വരുന്നത്, ആ സെമസ്റ്ററിലാണ് നിങ്ങൾ 500 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്ത് അപേക്ഷ നൽകേണ്ടത്. സെമസ്റ്ററുകാർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അപേക്ഷാ ഫോറം യൂണിവേഴ്സിറ്റിക്ക് അയക്കേണ്ടതില്ല. രജിസ്റ്റർ ചെയ്തതിന് ശേഷം കിട്ടുന്ന പ്രിന്റും ഫീസ് അടച്ചതിൻ്റെ ചലാനും സൂക്ഷിച്ചു വെക്കുക. പിന്നീട് യൂണിവേഴ്സിറ്റി പരീക്ഷാ ഫീസ് അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന സമയത്ത് പരീക്ഷാ ഫീസ് കൂടി അടച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമും ഫീസ് അടച്ച 2 ചലാനും, അതായത് ഒന്ന് രജിസ്റ്റർ ചെയ്തതിന് വേണ്ടി അടച്ച ചലാനും മറ്റൊന്ന് പരീക്ഷാ ഫീസ് അടയ്ക്കുന്നതിന് വേണ്ടി അടച്ച ചലാനും യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കേണ്ടത്. 3, 5, 6 സെമസ്റ്ററിൽ ആരെങ്കിലും ഇനിയും അപേക്ഷിക്കാനുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഓഫ്ലൈനായി അപേക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. 1, 2, 4 സെമസ്റ്ററുകളുടേത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നതിന് അവസാന തീയതി ഒക്ടോബർ 20-ാം തീയതിയാണ്. മറ്റൊരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാർഷിക സമ്പ്രദായത്തിൽ പരീക്ഷ എഴുതിയവരുടെ പാർട്ട് 1, പാർട്ട് 2 തുടങ്ങിയ സബ്ജക്റ്റുകളുടെ കാര്യത്തിലാണ്. ഇനി ഇതേപോലെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞത് ഏതൊക്കെയാണ്? അത് വാർഷിക സമ്പ്രദായത്തിൽ പരീക്ഷ എഴുതിയിരുന്ന BComകാരുടെ കാര്യത്തിൽ 2005 മുതൽ 2010 വരെ പ്രവേശനം നേടിയ BComകാരുടെ പാർട്ട് 3 കൊമേഴ്സ് പേപ്പറുകൾ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതിയും കഴിഞ്ഞതാണ്. ഈ കാറ്റഗറിയിൽപ്പെട്ട ആരെങ്കിലും ഇനി അപേക്ഷിക്കാനുണ്ടെങ്കിൽ അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഓഫ്ലൈൻ മോഡിൽ അപേക്ഷിക്കാവുന്നതാണ്. അതായത് 2005 മുതൽ 2010 വരെ വാർഷിക സമ്പ്രദായത്തിൽ BCom കോഴ്സിന് പ്രവേശനം നേടിയവരുടെ കൊമേഴ്സ് പേപ്പറിന് അപേക്ഷിക്കാനുള്ള തീയതി കഴിഞ്ഞുപോയതാണ്. എങ്കിലും ഫൈനൊന്നുമില്ലാതെ തന്നെ ഓഫ്ലൈനായി അപേക്ഷിക്കാനുള്ള സൗകര്യം യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുണ്ട്. 2005 മുതൽ 2010 വരെയുള്ള BBAക്കാരുടെ പരീക്ഷയ്ക്ക് വിളിച്ചിട്ടില്ല. 2005 മുമ്പുള്ള BComകാരുടെ കൊമേഴ്സ് പേപ്പറിന് വിളിച്ചിട്ടില്ല. അതേപോലെ തന്നെ വാർഷിക സമ്പ്രദായത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ള BA, BSc, BCA പോലുള്ള കോഴ്സുകളുടെ
പാർട്ട് തേർഡ് മെയിനും സബ്സിഡറിയും പരീക്ഷാ രജിസ്ട്രേഷന് വേണ്ടി വിളിച്ചിട്ടില്ല. അടുത്ത ഘട്ടം എന്ന നിലയിൽ അത് വിളിക്കുന്നതാണ്. BA, BSc, BComകാരുടെ പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് മാത്രമാണ് ഇപ്പോൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുള്ളത്. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, പാർട്ട് 1 ഇംഗ്ലീഷും പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജും മാത്രമാണോ വിളിക്കുക, അതിനുശേഷം മറ്റേതെങ്കിലും വിളിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചവരുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ വിളിക്കും. പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3ഉം അതിൻ്റെ സബ്സിഡറി പേപ്പറുകൾക്കും എല്ലാം തന്നെ യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ വിളിക്കും. വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അപേക്ഷിച്ച് പരീക്ഷ എഴുതാവുന്നതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ട് മാത്രമായിട്ട് വിളിക്കുക എന്ന രീതിയില്ല. എല്ലാ സബ്ജക്റ്റുകൾക്കും രജിസ്ട്രേഷൻ വിളിക്കും, പരീക്ഷ നടക്കുന്നതാണ്. പക്ഷേ എല്ലാം ഒരുമിച്ച് വിളിച്ചോണമെന്നില്ല, ഓരോന്നും ഘട്ടം ഘട്ടമായി മാത്രമാണ് വിളിക്കുക. അതിൻ്റെ ഭാഗമായാണ് പാർട്ട് 1ഉം പാർട്ട് 2 ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. പാർട്ട് തേർഡ് മെയിനും അതുപോലെ തന്നെ സബ്സിഡറിയുടെയും അടുത്ത് അധികം വൈകാതെ തന്നെ വിളിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇനി പരീക്ഷാ രജിസ്ട്രേഷൻ വിളിക്കാനുള്ള മറ്റ് ഒരു വിഭാഗത്തിലുള്ളത് 2014, 2015 വർഷങ്ങളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടേതാണ്. അതും അധികം വൈകാതെ വരും. നവംബർ ആദ്യ ആഴ്ചയോടുകൂടി തന്നെ അവസാന തീയതി വരത്തക്ക രീതിയിൽ 2014കാരുടെയും 2015കാരുടെയും രജിസ്ട്രേഷൻ വിളിക്കുന്നതാണ്. ഔദ്യോഗികമായി അവയുടെ പ്രഖ്യാപനം വന്നാൽ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇനി വിളിക്കാനുള്ളത് PG തലത്തിലേതാണ്. MA, MSc, MCom തുടങ്ങിയിട്ടുള്ള PG തലത്തിലെ വിദ്യാർത്ഥികളുടെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്കാണ് വിളിക്കാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. ഒരു അധികം വൈകാതെ തന്നെ അതും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഇനത്തിൽ വരുന്ന സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ രജിസ്ട്രേഷൻ പ്രോസസ്സുകളും അധികം വൈകാതെ തന്നെ പൂർത്തീകരിക്കാൻ യൂണിവേഴ്സിറ്റി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷയുടെയും പരീക്ഷാ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അധികം വൈകാതെ തന്നെ ചില പരീക്ഷകൾ പ്രഖ്യാപിക്കുന്നതാണ്. പ്രത്യേകിച്ച് നേരത്തെ വിളിച്ചു വെച്ചിട്ടുള്ള 2005 മുതൽ 2010 വരെയുള്ള BComകാരുടെ പരീക്ഷ അധികം വൈകാതെ തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് കരുതുന്നത്. പിന്നെ നേരത്തെ വിളിച്ചിട്ടുള്ള 3, 5, 6 സെമസ്റ്ററുകാരുടെ പരീക്ഷയും അധികം വൈകാതെ വരുമെന്ന് പ്രതീക്ഷിക്കാം. പരീക്ഷാ തീയതികൾ പ്രഖ്യാപിക്കാതിരിക്കുന്നതിന് കാരണം കോവിഡുമായി ബന്ധപ്പെട്ട് നിരന്തരമായി അവധി വന്നതിൻ്റെ ഭാഗമായി കുറേയേറെ പരീക്ഷകൾ പെൻഡിങ്ങിലാണ്. ആ പരീക്ഷകളൊക്കെ അടിയന്തരമായി നടത്തി തീർക്കേണ്ടതാണ് എന്നതുകൊണ്ടാണ് നമ്മുടെ പരീക്ഷകൾ അല്പാൽപമായി നീണ്ടുപോകുന്നത്. എങ്കിലും ദ്രുതഗതിയിൽ പരീക്ഷകൾ നടത്തി തീർക്കുന്നതിന് യൂണിവേഴ്സിറ്റി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതാനുള്ളത് പാർട്ട് 1 ഇംഗ്ലീഷിൻ്റേതാണ്. BA, BSc, BComകാരുടെ പാർട്ട് 1 ഇംഗ്ലീഷ് പരീക്ഷയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതാനുള്ളത്. BA, BSc, BComകാരുടെ പാർട്ട് 1 ഇംഗ്ലീഷ് പരീക്ഷ രജിസ്ട്രേഷനുമായും അതിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം. നിലവിൽ പാർട്ട് 1 ഇംഗ്ലീഷിൻ്റെ സിലബസ് മാത്രമാണ് യൂണിവേഴ്സിറ്റി ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇനി പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ്, അറബി, ഹിന്ദി, മലയാളം തുടങ്ങിയിട്ടുള്ള ഭാഷാ വിഷയങ്ങൾ സെക്കൻഡ് ലാംഗ്വേജായി എടുത്തവരുണ്ടാവും. അവരുടെ സിലബസ് ഔദ്യോഗികമായി അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. നിലവിൽ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട സിലബസിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാം. സിലബസ് ചോദിച്ചുകൊണ്ട് പലരും മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അയച്ചു തരുന്നതാണ്. BA, BSc, BComകാരുടെ കാര്യത്തിൽ പാർട്ട് 1 ഇംഗ്ലീഷ് ഒരു ഗ്രൂപ്പായാണ് കണക്കാക്കിയിരുന്നത്. BAക്കാരുടെ കാര്യത്തിൽ 3 പേപ്പറാണ് പഠിക്കാനുണ്ടായിരുന്നത്. പാർട്ട് 1 ഇംഗ്ലീഷിൽ പേപ്പർ 1 ജനറൽ ഇംഗ്ലീഷ്, പേപ്പർ 2 അഡ്വാൻസ്ഡ് പ്രോസ് ആൻഡ് ഡ്രാമ, പേപ്പർ 3 ഷേക്സ്പിയർ ആൻഡ് പോയട്രി. ഇതായിരുന്നു BA, BScക്കാർക്ക് പഠിക്കാനുണ്ടായിരുന്ന 3 പേപ്പർ. ഇതിൽ ജനറൽ ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ടായിരുന്നത് ഒന്ന് നോവൽ അണ്ടർ ദ ഗ്രീൻവുഡ് ട്രീ, മറ്റൊന്ന് ഗ്രാമർ ആയിരുന്നു. ഗ്രാമർ ആൻഡ് കോമ്പസിഷൻ, 2-way കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്. ഈ 2 പേപ്പറുകളാണ് പേപ്പർ 1 ജനറൽ ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ടായിരുന്നത്. പേപ്പർ 2 അഡ്വാൻസ്ഡ് പ്രോസ് ആൻഡ് ഡ്രാമയിൽ പഠിക്കാനുണ്ടായിരുന്നത് ഗ്ലിംസസ് ഓഫ് മോഡേൺ പ്രോസ്, ഡ്രാമയായി ഡോൾസ് ഹൗസുമാണ് ഉണ്ടായിരുന്നത്.
മൂന്നാമത്തെ പേപ്പർ 3-ൽ ഷേക്സ്പിയർ ആൻഡ് പോയട്രി, അതിൽ മെർച്ചൻ്റ് ഓഫ് വെനീസും സെലക്റ്റഡ് കോളേജ് പോയംസും ആണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ 3 പേപ്പർ, പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 എന്നിങ്ങനെ 3 പേപ്പറുകളിൽ 100 മാർക്കിൻ്റെ ചോദ്യമാണ് വരിക. ടോട്ടലി 300 മാർക്ക്. 300 മാർക്കിൽ 35% മാർക്കാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. അതായത് 105 മാർക്ക് 3 പേപ്പറിൽ നിന്നുകൂടി സ്വന്തമാക്കേണ്ടതുണ്ട്. എല്ലാ പേപ്പറിനും തുല്യമായ മാർക്കുകൾ വേണമെന്ന നിബന്ധനയില്ല. ഏതെങ്കിലും ഒരു പേപ്പറിൽ അല്പം മാർക്ക് കുറഞ്ഞു പോയാലും മൊത്തം മാർക്ക് 105 ആക്കുന്നതിന് വേണ്ടി മറ്റേതെങ്കിലും ഒരു പേപ്പറിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ മതി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പേപ്പർ വളരെ ടഫാണെന്ന് തോന്നുന്നുവെങ്കിൽ, അതിൽ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട് എങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മറ്റ് പേപ്പറുകൾ കൂടുതൽ നന്നായി പഠിക്കുകയും ആ പേപ്പറിൽ നിന്ന് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യാം. ആദ്യത്തെ ഒരു പേപ്പറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 80 മാർക്ക് കിട്ടിയെങ്കിൽ ബാക്കിയുള്ള 2 പേപ്പറിൽ നിന്നുകൂടി 25 മാർക്ക് കൂടി സ്വന്തമാക്കിയാൽ മതി. അതേപോലെ ബികോംകാരുടെ ബികോം, നോൺ കൺവെൻഷണൽ, BSc, BCA തുടങ്ങിയിട്ടുള്ള കോഴ്സുകളുടെ കാര്യത്തിൽ 2 പേപ്പറാണ് പഠിക്കാനുണ്ടായിരുന്നത്. അതിൽ പേപ്പർ 1 ജനറൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഒരു ഷോർട്ട് സ്റ്റോറി, ഫ്ലോറക്സ് എന്ന പേരിലുള്ള ഒരു ഷോർട്ട് സ്റ്റോറി, ഗ്രാമർ ആൻഡ് കോമ്പസിഷൻ, ലിവിങ് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ടാസ്ക് എന്നതായിരുന്നു ബുക്കിൻ്റെ പേര്. ബികോംകാരുടെ പേപ്പർ 2 മോഡേൺ പ്രോസ് ആൻഡ് ഡ്രാമയാണ്. അതിൽ ഗ്ലോബൽ ഇംഗ്ലീഷും ആംസ് ആൻഡ് ഡൊമൈനുമാണ് പഠിക്കാനുണ്ടായിരുന്നത്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ 100 മാർക്ക് വീതമുള്ള പേപ്പറുകളായിരുന്നു. 2ലും കൂടി 200 മാർക്കാണ് ഉണ്ടായിരുന്നത്. 200-ൽ 35% മാർക്കായി 70 മാർക്കാണ് സ്കോർ ചെയ്യാനുണ്ടായിരുന്നത്. ഇംഗ്ലീഷിന് BA-കാരുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ പേപ്പറിനും നിശ്ചിത മാർക്ക് സ്കോർ ചെയ്യണമെന്ന വ്യവസ്ഥയില്ല. പകരം 2 പേപ്പറിനും കൂടി 70 മാർക്ക് ഉണ്ടായാൽ മതി. ഏതെങ്കിലും ഒരു പേപ്പറിന് മാർക്ക് കുറഞ്ഞുവെങ്കിൽ മറ്റൊരു പേപ്പറിൽ മാർക്ക് കൂട്ടാവുന്നതാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊന്നുള്ളത് BA അഫ്സൽ ഉൽ ഉലമക്കാരുടേതാണ്. BA അഫ്സലുകാരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് പാർട്ട് 1 ആയിരുന്നില്ല, പകരം അവരുടെ പാർട്ട് 2 ആണ്. BA അഫ്സലുകാർക്ക് പാർട്ട് 2 ആണ് ഇംഗ്ലീഷായി പഠിക്കാനുണ്ടായിരുന്നത്. അവർക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു പേപ്പറും സെക്കൻഡ് ഇയർ ഒരു പേപ്പറുമാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഇയറിൽ അവർക്ക് പഠിക്കാനുണ്ടായിരുന്നത് പ്രോസ് ആൻഡ് ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്നായിരുന്നു ആ പേപ്പറിൻ്റെ പേര്. അതിൽ ഗ്ലിംസസ് ഓഫ് മോഡേൺ പ്രോസും ഫങ്ഷണൽ ഇംഗ്ലീഷ്, എ ടെക്സ്റ്റ് ബുക്ക് ഓഫ് 2-വേ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്, ഇതായിരുന്നു അഫ്സലുകാരുടെ ഫസ്റ്റ് പേപ്പർ. BA അഫ്സലുകാർക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ടായിരുന്നത് മോഡേൺ ഡ്രാമ ആൻഡ് പോയട്രി എന്ന പേപ്പറായിരുന്നു. അതിൽ സെലക്റ്റഡ് കോളേജ് പോയംസും ഡോൾസ് ഹൗസുമാണ് ഉണ്ടായിരുന്നത്. അഫ്സലുകാരുടെ കാര്യത്തിലും നേരത്തെ പറഞ്ഞതുപോലെയുള്ള നിയമം ബാധകമാണ്. 2 പേപ്പറിലും കൂടിയായി 70 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടിയിരുന്നത്. ഇത്രയുമാണ് BA BSc-കാരുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട സിലബസ് സംബന്ധിച്ച വിവരങ്ങൾ. ഇനി സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ സിലബസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഔദ്യോഗികമായി പറയാൻ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരും. അധികം വൈകാതെ തന്നെ വരും. വന്നതിന് ശേഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഓക്കെ, ഇനി പരീക്ഷ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് 2009 മുതൽ 2013 വരെ പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ തന്നെ അഫിലിയേറ്റഡ് കോളേജിലും പ്രവേശനം നേടിയിട്ടുള്ളവരുടെ 1, 2, 4 സെമസ്റ്ററുകളുടെ രജിസ്ട്രേഷനാണ്. അതിൻ്റെ അവസാന തീയതി ഒക്ടോബർ 20-ാം തീയതിയാണ്. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് BA BSc ബികോംകാരുടെ പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജിൻ്റെ രജിസ്ട്രേഷനാണ്. പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് എന്നിവയുടെ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി ഒക്ടോബർ 30-ാം തീയതിയാണ്. നേരത്തെ യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തിരുന്നത് ഒക്ടോബർ 20 ആയിരുന്നുവെങ്കിൽ തീയതി പിന്നീട് പുതുക്കിയിട്ടുണ്ട്. ഒക്ടോബർ 30-ാം തീയതിയാണ് അവസാന തീയതി. രജിസ്ട്രേഷന് ശേഷം കിട്ടുന്ന പ്രിന്റും ഫീസ് അടച്ചതിൻ്റെ ചലാനും അനുബന്ധമായ രേഖകളും യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ 5-ാം തീയതിയാണ്. ഇനി ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം. പലരും അക്ഷയ പോലുള്ള ഓൺലൈൻ സേവന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ലിങ്ക് വന്നിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയല്ല, പരീക്ഷാ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ പല ഓൺലൈൻ സേവന കേന്ദ്രങ്ങളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ അല്പം മടി കാണിക്കുന്നതിനൊരു കാരണമുണ്ട്. ചിലപ്പോഴൊക്കെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട
റെസിപ്റ്റുകൾ കിട്ടുന്നതിനോ മെസ്സേജുകൾ കിട്ടുന്നതിനോ കാര്യത്തിൽ കാലതാമസം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അക്കൗണ്ടിൽ നിന്ന് പണം ഡെബിറ്റായി പോയിട്ടുണ്ടാവും, പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിൽ എത്താതെ പോകുന്ന സാഹചര്യങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ പലപ്പോഴും യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ വിമുഖത പ്രകടിപ്പിക്കുന്നത്. ലിങ്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ലിങ്ക് ഇതോടൊപ്പം തരാൻ പറ്റുന്നതെല്ലാം തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തരാം. പാർട്ട് 1 ഇംഗ്ലീഷിൻ്റെ രജിസ്ട്രേഷൻ 2 തരത്തിലുണ്ട്. ഒന്ന് ന്യൂമറിക്കൽ നമ്പറുകാരുടേതും മറ്റൊന്ന് ആൽഫ ന്യൂമറിക്കൽ നമ്പറുകാരുടേതുമാണ്. ന്യൂമറിക്കൽ നമ്പറിലുള്ളവർ എന്നത് പഴയ കാലത്ത് വെറും നമ്പറോട് കൂടിയിട്ടുള്ള രജിസ്റ്റർ നമ്പറുകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ വരെ ഒരു രജിസ്റ്റർ നമ്പറും പിന്നീട് എത്ര സപ്ലിമെൻ്ററി പരീക്ഷകൾ എഴുതിയിട്ടുണ്ടോ അത്രയും തന്നെ വെവ്വേറെ രജിസ്റ്റർ നമ്പറുകളും ഉള്ള രീതിയാണ് അന്നുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഓഫ്ലൈൻ മോഡിലാണ് അപേക്ഷ നൽകാൻ സാധിക്കുക. യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ ഫോം ഒന്നുകിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ടാഗോർ നികേതൻ്റെ ഓഫീസിൽ നിന്ന് ശേഖരിക്കുന്ന ഫോമോ പൂരിപ്പിച്ച് ഫോട്ടോ ഒട്ടിച്ച് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് അവിടെ ഫീസ് അടച്ച് യൂണിവേഴ്സിറ്റി കൗണ്ടറിൽ ഫീസ് അടച്ച് അപേക്ഷിക്കുന്ന രീതിയാണുള്ളത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പോകാൻ പറ്റാത്തവർക്കും ഓഫ്ലൈനായി ഫീസ് അടയ്ക്കുന്നതിന് യൂണിവേഴ്സിറ്റി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓഫ്ലൈൻ മോഡിൽ അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾക്ക് അക്ഷയ വഴി ഫീസ് അടയ്ക്കുന്നതിന്, ഓൺലൈനായി ഫീസ് അടയ്ക്കുന്നതിന് സംവിധാനമുണ്ട്. പർപ്പസ് എക്സാമിനേഷൻ ഫീ ഓഫ്ലൈൻ എന്നാണ്. അതിൽ ഫീസ് അടച്ച് കിട്ടുന്ന റെസിപ്റ്റ് അപേക്ഷയുടെ കൂടെ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കാം. അപേക്ഷാ ഫോം വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോംസ് ടു ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇയർലി ആപ്ലിക്കേഷൻ ഫോം അവിടെ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഫോട്ടോ ഒട്ടിച്ച് പൂരിപ്പിച്ച് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിക്കാവുന്നതാണ്. മറ്റൊന്ന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നവരുടെ കാര്യമാണ്. അങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക ആൽഫ ന്യൂമറിക് നമ്പറോട് കൂടിയിട്ടുള്ളവരുടെ കാര്യത്തിലാണ്. ആൽഫ ന്യൂമറിക് നമ്പറോട് കൂടിയിട്ടുള്ളവർക്ക് ചില ഇംഗ്ലീഷ് അക്ഷരങ്ങളോട് ചേർന്ന് നമ്പറുകൾ കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ നമ്പറാണ് അത്. ആ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഓരോ കോഴ്സിനെയും ഓരോ കോളേജിനെയും ഓരോ വർഷത്തെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് നിശ്ചിത സംഖ്യകളുണ്ടാവും. അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ അവർ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും എഴുതിയാലും സപ്ലിമെൻ്ററി പരീക്ഷ എഴുതിയാലും ഒരേ രജിസ്റ്റർ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ സ്റ്റേജുകൾ എന്തൊക്കെയാണ്? അതിൻ്റെ ലിങ്കുകൾ ഞാനിതിൽ കൊടുക്കാം. എങ്കിലും പറയാം, രജിസ്റ്റർ ചെയ്യുന്നതിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗികമായ വെബ്സൈറ്റ് എടുക്കുക. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പരീക്ഷാ ഭവനിൽ ക്ലിക്ക് ചെയ്താൽ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ പേജിലെത്താം. ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ പേജിലെത്തി കഴിഞ്ഞാൽ മുകൾ ഭാഗത്തായി ഹോം എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ താഴെ ഇ പേയ്മെൻറ്റ് എന്നും റീപ്രിൻ്റ് എന്നും പറയുന്ന 2 ഓപ്ഷനുകൾ കാണാം. അതിൽ ഇ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് വരും. ആ പേജിൽ നിങ്ങൾ പർപ്പസ് സെലക്ട് ചെയ്യണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഈ പർപ്പസിൽ വ്യത്യാസം വരരുത് എന്ന കാര്യമാണ്. 3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഇ പേയ്മെൻറ്റ് വഴി നടത്തുന്ന ഫീസ് അടയ്ക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, പർപ്പസ് മാറിപ്പോകരുത് എന്നതാണ്. അതിൽ കൃത്യമായി ഓരോന്നും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഏതാണോ അതിന് സമാനമായ ഒരു പർപ്പസ് അതിൽ കൊടുത്തിട്ടുണ്ടോ. ഇപ്പോൾ BA പാർട്ട് 1 ഇംഗ്ലീഷാണ് എഴുതാനുള്ളതെങ്കിൽ BA ഇയർ പാർട്ട് 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ എന്ന പർപ്പസ് കാണും. BCom കാരുടെ ആണെങ്കിൽ BCom ഇയർ പാർട്ട് 1 ആൻഡ് 2 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ എന്ന് കാണും. ന്യൂമറിക്കൽ നമ്പറിലുള്ളവർ ഓഫ്ലൈൻ മോഡിൽ അപേക്ഷിക്കുമ്പോൾ എക്സാമിനേഷൻ ഫീ ഓഫ്ലൈൻ എന്ന പർപ്പസാണ് സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം രജിസ്റ്റർ നമ്പറാണ്. രജിസ്റ്റർ നമ്പർ തെറ്റിപ്പോവരുത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജനന തീയതി ആണ്. ജനന തീയതി തെറ്റിപ്പോവാൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അടിക്കുന്ന മൊബൈൽ ഫോൺ നമ്പർ ഒരു കാരണവശാലും തെറ്റിപ്പോകരുത് എന്നതാണ്. കാരണം ഈ ഫീസ് അടച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റി കോഡ് വരാനുള്ളത് ആ മൊബൈൽ ഫോണിലേക്കാണ്. അപ്പം പർപ്പസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം.
SBI ഇ-പേയ്മെൻ്റ് ഉണ്ട്, SBI ഇ-ചലാൻ ഉണ്ട്, SBI ഓൺലൈൻ ഉണ്ട്, അക്ഷയ ഓർ ജനസേവന കേന്ദ്രം വഴി ഫീസ് അടയ്ക്കാൻ സംവിധാനമുണ്ട്, പോസ്റ്റ് ഓഫീസ് വഴിയും ഫീസ് അടയ്ക്കാൻ സംവിധാനം യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പേയ്മെൻറ്റ് ഗേറ്റ് വേ സിസ്റ്റം, അതായത് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചും ഫീസ് അടയ്ക്കുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ സൂക്ഷ്മതയോടുകൂടി ഡാറ്റകൾ എൻ്റർ ചെയ്യുകയും ഇൻ്റർനെറ്റ് സൗകര്യം നല്ലപോലെ ലഭ്യമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് രജിസ്ട്രേഷൻ പ്രോസസ്സ് നടത്തേണ്ടതുണ്ട് എന്നതുമാണ്. ഫീസ് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചലാൻ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം. അതിന് ഒരു ചലാൻ നമ്പർ ഉണ്ടാവും, അതിന് ഒരു സെക്യൂരിറ്റി കോഡും ഉണ്ടാവും. ചലാൻ നമ്പറും സെക്യൂരിറ്റി കോഡും നിങ്ങൾ ഫീസ് അടയ്ക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിലേക്കാണ് വരിക. ആ സെക്യൂരിറ്റി കോഡും ചലാൻ നമ്പറും ഉപയോഗിച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ പേജിൽ പോയാൽ അവിടെ താഴെയായി നിങ്ങളുടെ കോഴ്സ് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് ചലാൻ നമ്പറും സെക്യൂരിറ്റി കോഡും കൊടുത്ത് വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് പോവുക. രജിസ്ട്രേഷൻ പ്രോസസ്സ് അങ്ങനെ പൂർത്തിയാക്കാൻ സാധിക്കും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അപേക്ഷാ ഫോറം, വാർഷിക സമ്പ്രദായത്തിൽ പരീക്ഷ എഴുതിയിട്ടുള്ളവരുടെ കാര്യത്തിൽ പരീക്ഷാ ഫീസായി 2760 രൂപ വെച്ചും 500 രൂപ രജിസ്ട്രേഷൻ ഫീസും വെച്ച് അടയ്ക്കേണ്ടതുണ്ട്. സെമസ്റ്ററുകാരുടെ കാര്യത്തിൽ ഇതുപോലെ വെറും 500 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പരീക്ഷാ ഫീസ് കൂടി അടച്ചുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം കിട്ടുന്ന അപേക്ഷാ ഫോറം, ചലാൻ റെസിപ്റ്റ്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകളുടെ എല്ലാ മാർക്ക് ലിസ്റ്റുകളുടെയും കോപ്പി, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കേണ്ടതുണ്ട്. നവംബർ 5 മുമ്പ് യൂണിവേഴ്സിറ്റിയിൽ എത്താവുന്ന രീതിയിൽ അയക്കേണ്ടതുണ്ട്. ടു ദ ജോയിന്റ് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ, സ്പെഷ്യൽ സപ്ലിമെൻ്ററി സെക്ഷൻ, പരീക്ഷാ ഭവൻ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്ന അഡ്രസ്സിലാണ് അപേക്ഷാ ഫോറം അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഒക്ടോബർ 30 പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് എന്നിവ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി. പാർട്ട് 1 ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾക്കും നോട്ടുകൾക്കും നിങ്ങൾക്ക് ഇതിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുന്ന ലിങ്ക് ഫില്ല് ചെയ്ത് അയക്കാവുന്നതാണ്. ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു, ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാണ്. പരീക്ഷ അവസാനത്തെ ചാൻസാണ്. ഇനി ഇത്തരം ഒരു പരീക്ഷ വരാനില്ല. അതുകൊണ്ട് തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി മാത്രമേ പരീക്ഷയെ സമീപിക്കാവൂ. അതിനാവശ്യമായ പാസ്സാവുന്നതിന് ഉപകരിക്കുന്ന തരത്തിലുള്ള ക്ലാസ്സുകൾ ഒരുക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് വരുന്ന ഫോമിൽ ഡാറ്റകളൊക്കെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ജോലിയുള്ളവർക്കും വീട്ടിലിരിക്കുന്നവർക്കുമൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ അറ്റൻഡ് ചെയ്യാവുന്ന തരത്തിലാണ് ക്ലാസ്സുകൾ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നടക്കുന്നത് രാത്രി 9 മണി മുതൽ 10 മണി വരെയാണ്. ലൈവ് ക്ലാസ്സാണ് ഉണ്ടാവുക. എല്ലാവരും ജോലി കഴിഞ്ഞ് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണത് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാരണത്താൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള ക്ലാസ്സുകൾ മുഴുവനായും റെക്കോർഡ് ചെയ്തതും ലഭ്യമാവും. അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തടസ്സം നേരിടുന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് റെക്കോർഡ് ക്ലാസ്സുകളും അതത് ദിവസങ്ങളിൽ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വളരെയേറെ ഫീസ് അടച്ച് പരീക്ഷ എഴുതുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫീസ് കൂടി ക്ലാസ്സിന് വേണ്ടി മാറ്റിവെച്ചാൽ അത് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും. പലരും പുസ്തകം വാങ്ങി വായിച്ച് പഠിച്ചാൽ പരീക്ഷ എഴുതിക്കൂടെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ പണ്ടത്തേതുപോലെയല്ല. നമുക്ക് ഓരോരുത്തർക്കും ജോലി തിരക്കുണ്ട്, വീട്ടിലെ ഉത്തരവാദിത്തങ്ങളുണ്ട്, മറ്റനുബന്ധമായ കാര്യങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും പഠിത്തത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്ന സമയം കുറവായിരിക്കും. പുസ്തകം ഇന്ന് വായിക്കാം, നാളെ വായിക്കാം എന്ന് കരുതി ഇത് മാറ്റിവെക്കുകയും പരീക്ഷ എടുക്കുമ്പം ഒന്നും ചെയ്യാൻ കഴിയാതായി പോവുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി തുടക്കം മുതൽ തന്നെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വേണം പരീക്ഷയെ സമീപിക്കാൻ. ഓരോ ദിവസവും ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നാം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഒരു നിശ്ചിത സമയം അതിനുവേണ്ടി, ഓരോ ദിവസവും ഓരോ മണിക്കൂർ സമയം അതിനുവേണ്ടി നാം ചെലവഴിക്കുമ്പോൾ സ്വാഭാവികമായും കുറേയേറെ കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരികയും അത് പരീക്ഷ എഴുതുമ്പോൾ വളരെ ഉപകാരപ്രദമായ ഒന്നായി മാറുകയും ചെയ്യും. അതുകൊണ്ട് അല്പം ഫീസ് ക്ലാസ്സിന് വേണ്ടി മാറ്റിവെച്ചാലും അത് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളുമായി ഞാൻ വീണ്ടും വരാം. ഓക്കെ.